പ്രിയ പ്രേക്ഷകർക്ക് സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം. കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ബെൽ ഐക്കൺ മറക്കാതെ ക്ലിക്ക് ചെയ്യുക. വീഡിയോ ഇഷ്ടമായി എങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. പുതിയ വഴിത്തിരിവുകൾ ഉണ്ടായിരിക്കുകയാണ് ഇപ്പോൾ കൃഷിന്റെയും കൺമണിയുടെയും ജീവിതത്തിൽ. കൃഷിനെ രക്ഷിക്കുന്നതിനു വേണ്ടി കൺമണിയുടെ കൂടെ നിന്നുകൊണ്ട് നീക്കങ്ങൾ നടത്താൻ തയ്യാറാവുകയാണ് ഭാഗ്യശ്രീയും അതുപോലെ തന്നെ ബലരാമനും. അവർ ഞാനാണ് ഇതിന് പിന്നിൽ കളിച്ചത് എന്നുള്ള കാര്യം ഒരിക്കലും കൃഷ് അറിയരുത്. കൃഷിന് എന്നോട് വെറുപ്പ് മാത്രമാണ് ഉള്ളത്. അതുകൊണ്ട് തന്നെ ഞാനാണ് ഇതിനെ സഹായിച്ചത് എന്നുള്ള കാര്യം കൃഷ് അറിയുകയാണ് എങ്കിൽ ജാമ്യം പോലും വേണ്ട എന്നുള്ള കാര്യമായിരിക്കും അവൻ പറയുക. ഇല്ല സാർ, ബലരാമൻ സാർ ചെയ്തു തന്ന ഈ ഉപകാരം ഒരിക്കലും മറക്കുകയില്ല. മാത്രവുമല്ല, സാർ ആവശ്യപ്പെട്ടതുപോലെ തന്നെ കാര്യങ്ങൾ നടക്കുകയും ചെയ്യും. കൃഷ് സാർ ഈ കാര്യം അറിയില്ല, അത് ഉറപ്പ് തന്നെയാണ്. ഇതിനിടയിലാണ് അനിരുദ്ധ് പുതിയൊരു ചതിയുമായി കൃഷിനെ ചെന്ന് കാണുന്നത്. കൃഷെ, നിന്നെ സഹായിക്കുകയാണ് എന്ന പേരിൽ ബലരാമൻ കൺമണിയുമായി അടുക്കാനാണ് ശ്രമിക്കുന്നത്. കൺമണി അവന്റെ ചതിയിൽ വീണു പോവുകയും ചെയ്തു. എടോ, മര്യാദയ്ക്ക് സംസാരിക്കണം. എന്തു മര്യാദയ്ക്ക്? നീ പോലും അറിയാതെ കൺമണിയും ഇപ്പോൾ അവന്റെ കൂടെയാണ് നിൽക്കുന്നത്. നിനക്ക് വിശ്വാസമായില്ലേ? ഇല്ലെങ്കിൽ പോയി നോക്ക്. ദേ, അവർ അവിടെ നിന്ന് സംസാരിക്കുന്നുണ്ട്. നിന്നെ സഹായിക്കുന്നതെല്ലാം ആ ബലരാമനാണ്. ഇതെല്ലാം കൺമണിക്കും അറിയാം. കൺമണി ഇതെല്ലാം മറച്ചു വെച്ചുകൊണ്ട് നിന്നെ തന്ത്രത്തിൽ ചതിക്കുകയാണ്. ഇത് കേട്ട കൃഷ് ആകെ ഞെട്ടിപ്പോകുന്നു. ഉടൻ തന്നെ കൃഷ് അവിടേക്ക് ചെല്ലുകയാണ്. എന്താണ് സംഭവിക്കുന്നത് എന്നറിയാൻ അവിടെ വെച്ച് കൺമണി ഇപ്പോൾ ബലരാമനോട് സംസാരിച്ചു നിൽക്കുന്നത് കാണാനിടയാകുന്ന കൃഷ് ആകെ പൊട്ടിത്തെറിക്കുകയാണ്. എന്ത്? നീ എന്നെ ചതിക്കുകയായിരുന്നു അല്ലേടി? അവൻ്റെയൊക്കെ കൂടെ നിന്നുകൊണ്ട് നിന്നെ പോലെയൊക്കെ ഉള്ള ഒരു പെണ്ണിനെ സ്നേഹിച്ചത് തന്നെ തെറ്റായി പോയി. പണത്തിന് വേണ്ടി എന്തും ചെയ്യുന്നവളാ നീ. ഇപ്പോൾ ആ ബലരാമന്റെ പണം കണ്ട് അവന്റെ കൂടെ കൂടി എന്ന് പറയുന്നു. ഇതോടെ കൺമണിക്കാകെ വിഷമമായിരിക്കുകയാണ്. എല്ലാവരുടെയും മുൻപിൽ വെച്ച് നാണം കെട്ടതിനെ തുടർന്ന് കൺമണി അവിടെ നിന്ന് കരഞ്ഞുകൊണ്ട് പോകാൻ തീരുമാനമെടുക്കുന്നു. കൃഷാണെങ്കിൽ കൺമണിയോട് സംസാരിക്കാൻ പോലും തയ്യാറാകാതെയാണ് അവിടെ നിന്ന് പോകുന്നത്. ഇതേ തുടർന്ന് ഓഫീസിലേക്ക് പിറ്റേന്ന് എത്തുകയാണ് കൃഷ്. കൃഷിനാണെങ്കിൽ ദേഷ്യം മുഴുവൻ മാറിയിട്ടും ഉണ്ടായിരുന്നില്ല. ഇതേ തുടർന്ന് കൃഷ് കാര്യങ്ങൾ സംസാരിക്കാൻ ദേവ്ജിയുടെ അടുത്ത് എത്തിയതിനെ തുടർന്ന് ദേവ്ജി, നീ എന്താടാ ആ കൺമണിയോട് കാണിച്ചത് എന്ന് ചോദിക്കുന്നു. അവൾ കാണിച്ചത് ദേവ്ജി അറിയാണ്ടാണ്. അവൾ ചതിക്കുകയായിരുന്നു ആ ബലരാമന്റെ കൂടെ നിന്നുകൊണ്ട്. എന്നിട്ട് ഒന്നും അറിയാത്തതുപോലെയുള്ള അവളുടെ അഭിനയവും. നീ എന്തറിഞ്ഞിട്ടാടാ കൃഷെ ഈ കാര്യങ്ങളൊക്കെ വിളിച്ചു പറയുന്നത്? കൺമണിയെ പോലെയുള്ള ഒരു പെൺകുട്ടിയെ കിട്ടണമെങ്കിൽ ഭാഗ്യം ചെയ്യണം. ആ പെൺകുട്ടി അത്ര നല്ലവളാണ്. ആ കാര്യത്തിൽ എനിക്ക് യാതൊരു സംശയവുമില്ല. ഞാനത് നിന്നോട് പറഞ്ഞില്ലെന്ന് വേണ്ട. ഇത് കേട്ടതിനെ തുടർന്ന് ആകെ ഞെട്ടിപ്പോവുകയാണ് കൃഷ്. നീ ഒരിക്കലും അവളെ തെറ്റിദ്ധരിക്കാൻ പാടില്ലായിരുന്നു. ഇത് നിന്റെ ഭാഗത്തെ മിസ്റ്റേക്കാണ്. അവൾ ഒരിക്കലും നിന്നെ ചതിക്കുകയില്ല. നിന്നെ രക്ഷിക്കുന്നതിന് വേണ്ടി മാത്രമാണ് അവൾ ശ്രമിച്ചത്. അത് നിനക്ക് മനസ്സിലാക്കാൻ സാധിച്ചില്ല. വളരെ മോശമായി പോയി കൃഷേ. ഇതിന് നീ ഒരു നാൾ മറുപടി പറയേണ്ടതായി വരും എന്ന് പറഞ്ഞു പോയിരിക്കുകയാണ് ദേവിജി. ഇതോടെ മഹി, എടാ, ദേവിജി പറഞ്ഞതിനോട് പൂർണ്ണമായും ഞാൻ യോജിക്കും. കാരണം അവൾ അത്രയും നല്ലൊരു പെൺകുട്ടി തന്നെയാണ് എന്ന കാര്യത്തിൽ എനിക്ക് യാതൊരു സംശയവുമില്ല. ഇതോടെയാകെ പകച്ചു പോയിരിക്കുകയാണ് ഇപ്പോൾ കൃഷ്. ഒരിക്കലും ഇങ്ങനെയൊക്കെ സംഭവിക്കുമെന്ന് കൃഷ് വിചാരിച്ചതല്ല. ഇതോടെ കൺമണിയെ ചെന്ന് കാണണമെന്ന് തീരുമാനിക്കുന്ന കൃഷ് വീട്ടിലേക്ക് പോകേണ്ടതില്ല എന്ന് ഉറപ്പിച്ചുകൊണ്ട് ചെന്നിരിക്കുകയാണ് കൺമണിയെ കാണുന്നതിനായി അമ്പലത്തിൽ. കൺമണി, എനിക്ക് തെറ്റ് പറ്റിപ്പോയി, എന്നോട് ക്ഷമിച്ചുകൂടെ എന്ന് ചോദിക്കുമ്പോൾ
ക്രിഷ് സാറിനെ എനിക്ക് അറിയില്ല. എൻ്റെ ക്രിഷ് സാർ മരിച്ചുപോയി. ഒരിക്കലും സാറ് സംസാരിക്കുന്നത് പോലെ സംസാരിക്കുന്ന ഒരാളായിരുന്നില്ല എൻ്റെ ക്രിഷ് സാർ. വളരെ മ്ലേച്ഛകരമായിട്ടാണ് ക്രിഷ് സാർ എന്നോട് സംസാരിച്ചത്. ഇനി നമ്മൾ തമ്മിൽ ഒരു ബന്ധവുമില്ല എന്ന് പറഞ്ഞ് കൺമണി പോകുന്നത് കൃഷിനെ ആകെ തകർത്ത് കളയുന്നു. ഇതോടെ മാപ്പ് പറയാൻ കൃഷ് തയ്യാറായി മുന്നിലേക്ക് വരികയാണ്. ഡു ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്.